NSSുമായി സഹകരണത്തിന് തയ്യാറാണ് എന്ന SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയെ പിന്തുണച്ച് ജി സുകുമാരൻ നായർ രംഗത്ത് വന്നതോടെ SNDP NSS ബന്ധം വീണ്ടും ചർച്ചയാകുന്നു. രാഷ്ട്രീയക്കാർ ഹൈന്ദവ സമുദായ നേതാക്കളെ മാത്രമാണ് വിമർശിക്കുന്നത് എന്നാണ് ഇരുവരുടെയും നിലപാട്. ഇരുവരുടെയും പ്രസ്താവനകളിൽ കരുതലോടെ മാത്രം പ്രതികരിച്ചാൽ മതിയെന്നാണ് LDF UDF കക്ഷികളുടെ തീരുമാനം. NSS SNDP ഐക്യത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ഇരു സംഘടനകളും യോജിക്കുന്നത് സാമുദായിക സൗഹൃദത്തിന് നല്ലതാണ്. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നീളുമോ എന്നതാണ് സംശയമെന്നും കെ മുരളീധരൻ പറഞ്ഞു. സമുദായ സംഘടനകൾ തമ്മിൽ ഐക്യം ഉണ്ടാകുന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട്. അത് സാമുദായിക സംഘർഷം ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അവർക്ക് യോജിക്കേണ്ട കാര്യം, അവർ രണ്ടുപേരും യോജിക്കുന്നത് സമുദായ സൗഹാർദ്ദത്തിന് നല്ല എന്നുള്ള അഭിപ്രായം എനിക്കുള്ളത്. പിന്നെ അത് അസംബ്ലി ഇലക്ഷൻ വരെ നീളുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. വിവരങ്ങൾ നൽകാനായി കോട്ടയത്ത് നിന്ന് ജോസി ബാബു, തിരുവനന്തപുരത്ത് നിന്ന് സുനിൽ ഐസക് എന്നിവർ തത്സമയം ചേരുന്നുണ്ട്. ആദ്യം ജോസിയിലേക്കാണ്. ജോസി, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സഹകരണത്തിന് വഴി തുറക്കുകയാണോ? അമൃത, ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ എറണാകുളത്ത് നടത്തിയൊരു പ്രസ്താവനയും അതിന് പിന്നാലെ അതിന് പിന്തുണച്ച് ജി സുകുമാരൻ നായർ രംഗത്ത് വന്നതുമാണ് വീണ്ടും ഐക്യ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയത്. പ്രധാനമായും ഈ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സമുദായ നേതൃത്വങ്ങളെ വിമർശിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇരു വിഭാഗങ്ങൾക്കും ഒരേ നിലപാടാണുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്നിരുന്നു. ഈ വിഷയത്തിൽ വെള്ളാപ്പള്ളി അതിരൂക്ഷമായി പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുകയും അതിനോടൊപ്പം NSSുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ് എന്നുള്ള കാര്യം കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് ജി സുകുമാരൻ നായർ SNDPയുമായി സഹകരണത്തിന് തങ്ങൾ തയ്യാറാണ്, യോജിക്കാവുന്ന മേഖലകളിലേക്കും യോജിച്ച് പ്രവർത്തിക്കും, അതോടൊപ്പം ഈ വെള്ളാപ്പള്ളിക്കെതിരായ VD സതീശന്റെ അടക്കമുള്ള വിമർശനങ്ങളെ അതിരൂക്ഷമായി ജി സുകുമാരൻ നായരും വിമർശിച്ചു. അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ മത നേതാക്കൾക്കെതിരെയുള്ള വാക്പ്രയോഗങ്ങൾ അത് ഒരു തരത്തിലും, സമുദായ നേതാക്കൾക്കെതിരെയുള്ള വാക്പ്രയോഗങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. 89 വയസ്സുള്ള പ്രായമേറിയ ഒരു സമുദായ നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലും നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമിക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം കാണിക്കേണ്ടത് പൊതുസമൂഹമാണ്. നേരെ മറിച്ച് കാറിൽ പിണറായി വിജയന്റെ കാറിൽ കയറിയെന്നത് പറഞ്ഞ് അടക്കം അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് ശരിയല്ല എന്ന് സുകുമാരൻ നായർ പറഞ്ഞത് മുന്നണി നേതൃത്വങ്ങളിൽ വളരെ ഞെട്ടലുണ്ടാക്കി. ഇത്തരത്തിലുള്ളൊരു ഏകീകരണം, സമുദായ തരത്തിലൊരു ഏകീകരണം, ഇരുവരും തമ്മിലുള്ള കൈകോർക്കൽ അത് രാഷ്ട്രീയ ബന്ധത്തെ, മുന്നണി രാഷ്ട്രീയ ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ള ആശങ്കകൾ പ്രധാനപ്പെട്ട മുന്നണികൾക്കുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും UDFനുമുണ്ട്. എങ്ങനെയായിരിക്കും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നൊക്കെ ഗൗരവ തരത്തിൽ ഇത് നോക്കിക്കാണുന്നുണ്ട്. ധൃതിപ്പെട്ടൊരു പ്രതികരണങ്ങളിലേക്ക് LDFും UDFും കടക്കാൻ ഇടയില്ല. അതേസമയം BJP ഇതിനെ ഒരു അനുകൂല അന്തരീക്ഷമായി കാണുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹൈന്ദവ സംഘടനകളുടെ ഒരു ഏകീകരണം എന്ന നിലയിലാണ് BJP ഇതിനെ കാണുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഇത്തരത്തിലുള്ള പുതിയ സമവാക്യങ്ങൾ ഏത് നിലക്കായിരിക്കുമെന്നതാണ് ഇവർ ഉറ്റുനോക്കുന്നത്. അല്പസമയത്തിനകം വെള്ളാപ്പള്ളി ഒരു വിശദമായ വാർത്താ സമ്മേളനം ആലപ്പുഴയിൽ നടത്തുന്നുണ്ട്. അതിനുശേഷം എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ സുകുമാരൻ നായരുടെയും വന്നേക്കാമെന്നാണ് കാണുന്നത്. എന്തായാലും ഇരുവരും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും സാധ്യതകൾ തെളിയുന്നുണ്ട്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലൊരു ഐക്യ പ്രഖ്യാപനത്തിനായി ഇരുവരും ഒരുമിച്ച് കൈകൊടുക്കുകയും പിന്നീട് അതൊരു ഭിന്നതയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇത്തരം വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് സമുദായ നേതാക്കളെ വിമർശിക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ ഇരുവർക്കും ഒരേ നിലപാടാണുള്ളത്. രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ഇങ്ങനെ സമുദായ നേതാക്കളെ വിമർശിക്കേണ്ട എന്നുള്ളത് ഇരുവരും ഒരേ നിലപാടെ പ്രഖ്യാപിക്കുമ്പോൾ അത് മുന്നണി നേതൃത്വങ്ങൾക്കുണ്ടാക്കുന്ന ഞെട്ടൽ ചില്ലറയല്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ ചർച്ച ചൂടുപിടിക്കും. നേതാക്കളുടെ പ്രസ്താവനകൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരാനിടയുണ്ട്. പക്ഷേ കടുത്ത ഭാഷയിലുള്ള പ്രതികരണങ്ങൾ നേതാക്കൾ നടത്താനിടയില്ല. എന്നാൽ BJP ഇതിലൊരു സാധ്യതയും കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇരുവിഭാഗം നേതാക്കളും തമ്മിലുള്ള, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കും ഉള്ള സാധ്യത തെളിയുകയാണ്. അമൃത.